നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വിരുന്നിനെത്തി വില്ലന്മാരായവരാണ് അധിനിവേശ സസ്യങ്ങൾ. 5ാം ക്ലാസ്സിലെ ഒറ്റയല്ലേ ജീവിയും എന്ന പാഠഭാഗത്തിൽ ഞങ്ങൾ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലെ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാനും അവ നമുക്ക് പ്രകൃതിക്കുമുണ്ടാക്കുന്ന ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനുമാണ് ഞങ്ങൾ ഈ പരിസര നിരീക്ഷണത്തിൽ ഏർപ്പെട്ടത്. ഇതിനായി ഞങ്ങൾ സ്കൂൾ പരിസര പ്രദേശങ്ങളായ വയൽ, തോട്, കുളം എന്നീ സ്ഥലങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. HMന്റെ അനുവാദം വാങ്ങി ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിസര നിരീക്ഷണത്തിനായുള്ള യാത്ര ആരംഭിച്ചു. രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വ്യത്യസ്ത ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ടീച്ചറും ഞങ്ങളും സ്കൂളിനടുത്തുള്ള വയൽ വരമ്പിലൂടെ നടന്നു. വയലിനോട് ചേർന്നുള്ള കുളത്തിൽ ആഫ്രിക്കൻ പായൽ വളർന്നു പന്തലിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതാണെന്നും ഇതിനു മുമ്പുണ്ടായിരുന്ന മീനുകളെല്ലാം നശിച്ചു പോയെന്നും പരിസരവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ സ്വദേശം അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഒരു അലങ്കാര സസ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ എത്തിയത്. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നത് കൊണ്ടും നമ്മുടെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്ക് ദോഷകരമായി മാറുന്നത് കൊണ്ട് ഇതൊരു അധിനിവേശ സസ്യമായി കണക്കപ്പെടുന്നു. വയൽവരമ്പിനോട് ചേർന്ന് സിംഗപ്പൂർ ഡേസി എന്ന സസ്യം തിങ്ങി നിറഞ്ഞ് വളർന്നു കിടക്കുന്നത് നിരീക്ഷിക്കാൻ സാധിച്ചു. ഇതിൻ്റെ സ്വദേശം അമേരിക്കയാണ്. ഇത് വളരുന്നത് മൂലം നമ്മുടെ നാടൻ സസ്യങ്ങളുടെ വളർച്ച ഇല്ലാതെയാകും. ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശത്തുള്ള ചില സ്ഥലങ്ങൾ നിരീക്ഷിച്ചപ്പോൾ അവരെപ്പെട്ട വാണി, അരിപ്പൂച്ചെടി, കമ്മ്യൂണിസ്റ്റ് പച്ച, ത്രിപുരാഷ്ട്ര പച്ച എന്നിങ്ങനെ ചെടികളെ കാണാൻ സാധിച്ചു. ഇവയെല്ലാം തന്നെ പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്നവയും നമ്മുടെ ചെടികൾക്ക് ദോഷകരമായി ബാധിക്കുന്നവയുമാണെന്ന് മനസ്സിലായി. ഈ ചെടികളെല്ലാം ഭക്ഷിച്ചാൽ നമ്മുടെ മൃഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കി. ഇവയെല്ലാം ബ്രസീൽ, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടും നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ടും ഇവയെല്ലാം അധിനിവേശ സസ്യങ്ങളാണെന്ന് കണക്കാക്കുന്നു. ഇവയെ വേരോട് പിഴുതു മാറ്റാം, ആവർത്തിച്ച് നീക്കം ചെയ്യാം, വലിയ പ്രദേശങ്ങളിൽ യന്ത്ര സഹായത്തോടെ നീക്കം ചെയ്യാം. കൂടാതെ ഇവയെ ഭക്ഷിക്കുന്ന ബാക്ടീരിയ, ഫംഗസ്, കീടങ്ങൾ ഇവയെ ഉപയോഗിച്ച് വളർച്ച നിയന്ത്രിക്കാം. ഇതുകൂടാതെ ഇവയെ നിയന്ത്രിച്ച് വളർത്തി അലങ്കാര സസ്യങ്ങളായും ബോർഡർ ഗ്രാസായും